ഡോക്ടർ ലവ് രചനാ സംഭാഷണം രുദ്രപ്രിയ. രാത്രിയിൽ വരുന്ന ബന്ധുക്കളെയൊക്കെ അവർക്ക് വേണ്ടി ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടൽ റൂമിലേക്ക് മറ്റും മാറ്റുന്ന തിരക്കിലായിരുന്നു വിനോദും അശ്വിനും. അശ്വിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ബന്ധുക്കൾ വന്നിട്ടുണ്ട് തറവാട്ടിൽ. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ ഹോട്ടലിലേക്ക് മാറ്റുകയാണ്. ഹരിദാസിൻ്റെ തറവാട്ടുകാരൊക്കെ വലിയ ആൾക്കാരാണ്. അച്ഛനില്ലാത്തതിൻ്റെ കുറവ് ഇതുവരെയും അശ്വിനെ അവർ ആരും അറിയിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓടിയെത്തും. ഹരിദാസിൻ്റെ അമ്മ ഇപ്പോഴും ഉണ്ട്. 90 വയസ്സായി അച്ചമ്മയ്ക്ക്. അമ്മയെ തറവാട്ടിൽ നിന്നും മാറ്റി നിർത്താൻ അച്ചമ്മയ്ക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിട്ടല്ല. പക്ഷേ സ്വന്തം കാലിൽ നിൽക്കണമെന്നുള്ള അമ്മയുടെ വാശിയും അമ്മയെ ബിസിനസ്സിലേക്ക് ഇറക്കണമെന്നുള്ള അച്ഛൻ്റെ ആഗ്രഹവും ഒക്കെ കൊണ്ട് തന്നെയാണ് അവർ വിവാഹശേഷം ഇവിടേക്ക് താമസം മാറിയത്. പക്ഷേ അച്ഛൻ്റെ മരണശേഷം അമ്മ അവിടേക്ക് പോകാൻ തയ്യാറായില്ല. എങ്കിലും ആ ബന്ധം ഊഷ്മളമായി തന്നെ നിലനിന്നു പോകുന്നു. തങ്ങൾക്കൊരാവശ്യമെന്ന് പറയുമ്പോൾ അവരെല്ലാവരും ഓടിയെത്തും. നളിനിഭായി എന്ന 90-കാരി ഇപ്പോഴും അതേ പ്രൗഢിയോട് തന്നെയാണ്. നളിനി രാജശേഖരനോടും ഗായത്രിയോടും സംസാരിച്ചിരിക്കുന്നതിനിടയിൽ മൃദുല അവിടേക്ക് വന്നു. എവിടേക്കാണ് നീ ഓടി നടക്കുന്നത്? ഇവിടെ വന്നിരിക്ക്. അച്ചമ്മ മൃദുലയെ നിർബന്ധിച്ച് അവരുടെ അടുത്തിരുത്തി. ഇടതുഭാഗത്ത് തന്നെ രാജശേഖരനെ ഇരിപ്പുണ്ട്. ഹരിയുടെ കാലം തൊട്ടേയുള്ള പരിചയമാണ് അച്ചമ്മയ്ക്ക് രാജശേഖരനോടും കുടുംബത്തോടും ഉള്ളത്. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ മരണശേഷം പലതവണ അമ്മയോട് മറ്റൊരു വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ചും അച്ചമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നൊന്നും അമ്മ അതിന് സമ്മതിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബിസിനസ് കാര്യങ്ങളിൽ അമ്മയെ അങ്കിൾ കൂടി സഹായിക്കാൻ തുടങ്ങിയത്. അച്ചമ്മയ്ക്ക് അച്ഛനെ പോലെ തന്നെ അങ്കിളിനോടും സ്നേഹവും വാത്സല്യവും ഉള്ളത് കൊണ്ട് തന്നെയാണ് രാജശേഖരൻ അങ്കിളിൻ്റെ ഭാര്യ മരിച്ച വർഷം ഇത്ര കഴിഞ്ഞപ്പോൾ അമ്മയോട് അങ്കിളിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്നതിനെക്കുറിച്ച് ആദ്യം സൂചിപ്പിച്ചത് തന്നെ അച്ചമ്മയായിരുന്നു. എന്നാൽ അന്നും ഇപ്പോൾ ഈ നിമിഷം വരെയും അമ്മ അതിനെ എതിർക്കുകയാണ് ഉണ്ടായത്. പക്ഷേ രണ്ടുപേരുടെ ഇടയിൽ അവൾ പോലും അറിയാത്ത ഒരാത്മബന്ധം വളർന്നിട്ടുണ്ട് ഇപ്പോൾ. എത്ര കാലമെന്ന് വെച്ചാൽ നീ ഇങ്ങനെ മോനെ നോക്കി ജീവിക്കാനിരിക്കുന്നത്? ഇപ്പോൾ ദേ അവൻ്റെ കല്യാണവുമായി. അവന് കുടുംബമാകുമ്പോൾ നീ ഒറ്റപ്പെട്ടു പോകില്ലേ മൃദു? ഗായത്രിയുടെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ രാജൻ്റെ അവസ്ഥയും അതുതന്നെയാണ്. അതുകൊണ്ടല്ലേ നിങ്ങളോടൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഞാൻ പറയുന്നത്. എനിക്കും അച്ഛനും ഇഷ്ടമാണ് അച്ചമ്മേ അവർ തമ്മിൽ ഒന്നിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് മാത്രം ഇഷ്ടമുണ്ടായിട്ട് കാര്യമുണ്ടോ? ഇവർ രണ്ടുപേരും അതിന് തയ്യാറല്ലാതിരിക്കുമ്പോൾ എന്ത് ചെയ്യും? ഗായത്രി രണ്ടുപേരെയും നോക്കി പറഞ്ഞു. മൃദു, ഓരോ ദിവസം കഴിയുന്തോറും നമ്മൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം അറിയുന്നവർ താങ്ങും തണലുമായാൽ ഞങ്ങൾക്ക് അതിനേക്കാൾ വലിയ സന്തോഷം എന്താണ്? പല രീതിയിലും അച്ചമ്മ ഇരുവരെയും മനസ്സറിയാൻ ശ്രമിച്ചു. എന്തായാലും ഈ രാത്രിയിൽ ഇപ്പോൾ വിവാഹം കഴിക്കാൻ പറ്റില്ലല്ലോ. ആദ്യം അച്ചുവിൻ്റെ കാര്യം കഴിയട്ടെ അമ്മ. അതിനുശേഷം നമുക്ക് സംസാരിച്ചാൽ പോരെ? ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ അമ്മ വിടില്ല എന്നറിഞ്ഞപ്പോൾ മൃദുല അത്രയും പറഞ്ഞു വെച്ചു. നിങ്ങളെല്ലാവരും കേട്ടല്ലോ. അച്ചമ്മ ചുറ്റും ഇരിക്കുന്ന ഓരോരുത്തരോടായി പറഞ്ഞു. നാളെ ഇവൾ മാറ്റി പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ഇതിന് സാക്ഷിയാണ് കേട്ടോ. ഞങ്ങൾ കേട്ടു അച്ചമ്മ. എന്തായാലും അച്ഛൻ്റെ വിവാഹശേഷം നമുക്കതങ്ങ് ഉറപ്പിക്കാം. ചുറ്റുപാടിൽ നിന്ന് കോറസ് പോലെ മറ്റുള്ളവർ ഏറ്റു പറഞ്ഞു. അതോടെ അക്കാര്യത്തിന് ഏകദേശം തീരുമാനമായി. ഇങ്ങനെ കളി പറഞ്ഞിരുന്നാൽ നേരം പോകുന്ന അറിയില്ല. ഇപ്പോൾ തന്നെ സമയം എത്രയായി എന്നാണ് എല്ലാവരുടെയും വിചാരം. മണി 12ആയി. പോയി കിടന്നുറങ്ങാൻ നോക്ക്. നാളെ ഒരു ദിവസം കഴിഞ്ഞാൽ വിവാഹമാണ്. ചെയ്തു തീർക്കാൻ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഒരുപാടുണ്ട്. ഒന്നിനും ഒരു കുറവും വരാതെ എല്ലാവരുടെയും കണ്ണെത്തണം. വരുന്ന ആൾക്കാർക്ക് ഒരു പരാതി പറയാൻ കാണരുത്. ഓരോരുത്തരായി മൂട്ടിലെ പൊടിയും തട്ടി എഴുന്നേറ്റ് റൂമിലേക്ക് പോയി. അശ്വിനും വിനോദും കൂടി കസിൻസിനെയും വിളിച്ചുകൊണ്ട് ടെറസിലിരുന്ന് പരിപാടിയാണ്. ബിയർ ബോട്ടിൽ എത്രയാണ് പൊട്ടുന്നതെന്ന് ഒരു കണക്കുമില്ല. ഇതൊക്കെ അച്ഛമ്മ അറിയുമ്പോഴുള്ള കാര്യമാണ്. വിനോദ് പറയുമ്പോൾ എല്ലാവരും ഞെട്ടി ചുറ്റുപാട് നോക്കി. എടാ ദ്രോഹി, ഇപ്പോൾ നീ അച്ചമ്മയെ വിളിക്കേണ്ട കാര്യം എന്താ? ഞാൻ പറയും. ഞാൻ അച്ചമ്മയോട് ഈ കാര്യം എല്ലാം പറയും. നിൻ്റെ ഈ കുടിയും കൂട്ടുകെട്ടും ഒന്നും നല്ലതല്ലെന്ന് അച്ചമ്മ അറിയട്ടെ. അല്പം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞപ്പോൾ വിനോദ് ആകെ കുളമാക്കിയ കാര്യങ്ങൾ. 3 ബിയറാണ് ഇവൻ്റെ കപ്പാസിറ്റി. ഇപ്പോൾ അത് ഇരട്ടി അടിച്ചു. അതുകൊണ്ടാണ് ചെക്കൻ വലിയ ഫിലോസഫി പറയുന്നത്. 2 കഴിയുമ്പോഴേക്കും ഇവൻ പാമ്പാണ്. പക്ഷേ ഇന്ന് എന്തുകൊണ്ടോ കൂടുതലായി. ഒരു വിധത്തിലാണ് അവനെ അവരുടെ ഇടയിൽ നിന്നൊക്കെ വലിച്ച് റൂമിലേക്ക് കൊണ്ടുവന്നത്. അല്ലെങ്കിൽ അവൻ അവിടെ കിടന്ന് ബഹളം വെച്ച് സംഗതി അച്ചമ്മയുടെ ചെവിയിലെത്തിക്കും.
അത് പിന്നെ അതിനേക്കാൾ വലിയ ബഹളമാകും. അതുകൊണ്ട് തന്നെ റൂമിൽ കയറ്റിയ ഉടനെ തന്നെ ഡോർ ലോക്കാക്കി അവനെ നേരെ ബാത്റൂമിലേക്ക് കൊണ്ടുപോയി. ബാത്ടബിലേക്ക് തള്ളിയിട്ടു അശ്വിൻ. അയ്യോ, മഴ മഴ! മഴയല്ലടാ, വെള്ളപ്പൊക്കം! വിനോദിനെ കുളിപ്പിച്ച് അശ്വിൻ പുറത്തിറക്കി. അച്ചു, മോനേടാ, നിന്നെ എനിക്ക് എന്തിഷ്ടമാണെന്നറിയാമോ? എനിക്ക് ആരുമില്ലടാ നീയല്ലാതെ. നീയല്ലേ എൻ്റെ എല്ലാം. പറഞ്ഞുകൊണ്ട് അശ്വിൻ്റെ തോളിലേക്ക് കയറി കിടന്നു. അശ്വിൻ അവനെ ചേർത്ത് പിടിച്ചു. വർഷങ്ങളായുള്ള ബന്ധമാണ്. അതിന് കാലയളവും അറിയില്ല. അത്രമേൽ അവനിന്ന് ആരെക്കാളും തൻ്റെ ജീവിതത്തിൽ സ്ഥാനമുണ്ട്. ഇന്ന് സന്തോഷം കൊണ്ടാവണം ഒരുപാട് കുടിച്ചു. അതിൻ്റെയാണ് ഈ കാണുന്നതൊക്കെ. ശ്രദ്ധയോടെ അവനെ ബെഡിൽ കൊണ്ട് കിടത്തി അശ്വിനും കയറി കിടന്നു. രാവിലെ എഴുന്നേൽക്കാൻ നേരത്ത് അശ്വിൻ്റെ കൈയും കാലും വിനോദിൻ്റെ പുറത്തേക്ക് കയറ്റി വെച്ചിരിക്കുകയാണ്. അവനെ തള്ളി മാറ്റിക്കൊണ്ട് വിനോദ് ബെഡിൽ നിന്നും എഴുന്നേറ്റു. ഇവൻ പെണ്ണ് കെട്ടിക്കഴിയുമ്പോൾ അവളുടെ പുറത്തായിരിക്കും. പാവം ചാരു ഇവനെ എങ്ങനെ താങ്ങുമോ എന്തോ. പിറുപുറത്ത് വാഷ്റൂമിലേക്ക് കയറുമ്പോൾ തലേ ദിവസത്തെ ഓർമ്മകളൊന്നും അവനില്ലായിരുന്നു. ഫ്രഷായി വരുമ്പോൾ അശ്വിൻ അതേ കിടക്കുകയാണ്. അവനെ കൂടി കുത്തിപ്പൊക്കി എഴുന്നേൽപ്പിച്ചു. ഇന്നുകൂടി ഈ ജോലി എനിക്ക് ചെയ്താൽ മതി. നാളെ മുതൽ ചാരു ഏറ്റോളും. കണ്ണാടിയിൽ നോക്കി മുടി ചീകുന്നതിനിടയിൽ വിനോദ് അശ്വിനോട് പറഞ്ഞു. എന്തായാലും എന്നെ വിളിച്ചുണർത്താനും കുടിച്ചു ബോധം പോകുമ്പോൾ കുളിപ്പിച്ചെടുക്കാനും ആളായി. ഞാൻ നിൻ്റെ കാര്യമാണ് ആലോചിക്കുന്നത്. അർത്ഥം വെച്ചുള്ള അശ്വിൻ്റെ പറച്ചിൽ കേട്ടപ്പോൾ വിനോദ് നെറ്റിച്ചുളിച്ച് അവനെ നോക്കി. അപ്പോൾ ഇന്നലെ ഞാൻ അത്രയ്ക്ക് ഓവറായിരുന്നു? ഇല്ല. ബാലഗോപാലിനെ കുളിപ്പിച്ച് തോർത്തിയെടുക്കുന്ന പണി എനിക്കല്ലായിരുന്നോ? എടാ കോപ്പയൻ, നാളെ മുതൽ പതിവ് കോട്ട കഴിഞ്ഞിട്ട് ഒരു പെഗ്ഗെങ്കിലും നീ കഴിച്ചാൽ. ഭീഷണി പോലെയുള്ള അവൻ്റെ പറച്ചിൽ കേട്ടപ്പോൾ വിനോദ് ചിരിച്ചു. ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എത്രയും പെട്ടെന്ന് നിനക്കും കൂടി ഒരു പെണ്ണിനെ എവിടെന്നെങ്കിലും നോക്കി കണ്ടുപിടിച്ചെടുക്കണം. നിന്നെ ഇങ്ങനെ തനിയെ വിട്ടാൽ ശരിയാവില്ല. അവൻ്റെ മറുപടി എന്താണെന്ന് അറിയാനുള്ള ഉത്സാഹത്തിൽ അശ്വിൻ അത് പറയുമ്പോൾ അത് കേട്ട ഭാവം പോലും കാണിക്കാതെ വിനോദ് തൻ്റെ ജോലി തുടർന്നു. അവൻ്റെ ഭാഗത്തു നിന്നും മറുപടിയൊന്നും ഇല്ലാതായപ്പോൾ അശ്വിൻ എഴുന്നേറ്റ് ഫ്രഷാകാൻ പോയി. അന്ന് തറവാട്ടിൽ നിറയെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഭക്ഷണമൊക്കെ കാറ്ററിങ്ങുകാരെ ഏൽപ്പിച്ചു. രാത്രിയിൽ പാട്ടും ഡാൻസും ബഹളവും ഒക്കെയായി നേരം പോയതേ അറിഞ്ഞില്ല. ഒടുവിൽ കിടക്കാൻ ഒരുപാട് വൈകിയിരുന്നു. രാവിലെ നേരത്തെ ചാരുവിനെ വിളിച്ചെഴുന്നേൽപ്പിച്ച് ബ്യൂട്ടീഷ്യൻ വരാൻ സമയമായിരുന്നു. ചാരുവും കീർത്തിയും ഒരുമിച്ചാണ് ഒരുങ്ങായിരുന്നത്. ചാരുവിനെ റെഡിയാക്കിയതിന് ശേഷം കീർത്തിക്കും കൂടി മേക്കപ്പ് ചെയ്തു. രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ ഇതിലേതാണ് കല്യാണപ്പെണ്ണ് എന്ന് സംശയം തോന്നി. ചാരു അച്ഛൻ്റെ ഫോട്ടോയുടെ മുന്നിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു. സങ്കടം കൊണ്ട് മനസ്സ് വിങ്ങിയെങ്കിലും കണ്ണുനീർ അവൾ അടക്കി പിടിച്ചു. അമ്മയുടെ കാൽക്കളിൽ വീണ് അനുഗ്രഹം വാങ്ങി. അരുണിൻ്റെ അനുഗ്രഹം വാങ്ങാൻ നേരം എത്ര വേണ്ടെന്ന് വെച്ചിട്ടും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. അയ്യേ, മോൾ എന്തിനാ കരയുന്നത്? നല്ലൊരു ദിവസമായിട്ട് കരഞ്ഞുകൊണ്ട് ഇറങ്ങരുത്. അരുൺ എഴുന്നേൽപ്പിച്ച് നെറുകയിൽ അമർത്തി ചുംബിച്ചു. ഒരു സങ്കടവുമില്ല. നിറഞ്ഞ മനസ്സോടുകൂടിയാണ് നിന്നെ അശ്വിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ കരച്ചിലും ബഹളവും ഒക്കെ മാറ്റിവെച്ച് സന്തോഷത്തോടുകൂടി ഇറങ്ങണം. ചാരുവിൻ്റെ പിന്നാലെ കീർത്തിയും അരുണും നന്ദിനിയും എല്ലാവരും കാറിൽ കയറി. തൊട്ട് പിന്നാലെയുള്ള ഒരു ട്രാവലർ നിറയെ ബന്ധുക്കളും അയൽക്കാരും ഒക്കെ ആയിരുന്നു. സുഗന്ധിയും കരുണനും തനുവും അവരുടെ കാറിലാണ് വന്നത്. ആഡംബരം കാണിക്കാൻ കിട്ടിയ അവസരം സുഗന്ധി നന്നായി പ്രയോജനപ്പെടുത്തി. കാറിനുള്ളിൽ ഇരിക്കുമ്പോൾ ചാരു കൊടുത്ത സാരിയെക്കുറിച്ചും നന്ദിനിയുടെ ഒരുക്കത്തെക്കുറിച്ചും ഒക്കെയുള്ള കുറ്റങ്ങളായിരുന്നു സുഗന്ധി നിർത്തിയത്. കുറച്ചുകൂടി വിലയുള്ള വിവാഹ സാരി എടുക്കാമായിരുന്നു. ഇപ്പോൾ കണ്ടിട്ട് വലിയ പകിട്ടൊന്നും കിട്ടിയില്ല. ഓഡിറ്റോറിയം എത്തുന്നത് വരെ വെറുതെ ഇരിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ സുഗന്ധി ഓരോ കുറ്റങ്ങളായി നിർത്തി. കുറച്ചു നേരം വിജയനും തനുവും അത് കേട്ട് മിണ്ടാതെ ഇരുന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ കാർ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തി. എന്താ വിജയേട്ടാ ഇവിടെ നിർത്തിയത്? ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ ഇനിയും ദൂരമുണ്ടല്ലോ. അപ്പോൾ ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ ഇനിയും ദൂരമുണ്ടെന്ന് നിനക്കറിയാം. ഇനി നീ എന്തെങ്കിലും ആവശ്യമില്ലാത്ത പറയുകയാണെങ്കിൽ ഇവിടെ ഇറക്കി വിടും ഞാൻ നിന്നെ. അതല്ല വായും പൂട്ടി മര്യാദയ്ക്കിരിക്കാമെങ്കിൽ മാത്രം എൻ്റെ കൂടെ വന്നാൽ മതി. അല്ലാതെ നിന്നെ നിർബന്ധിച്ച് കൊണ്ടുപോകണമെന്ന് ഒരാഗ്രഹവും എനിക്കില്ല. വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ മുതൽ തുടങ്ങിയതാണ് ആ പെൺകുച്ചിനെ പറ്റി. ഇത്രയൊക്കെ പറയുമ്പോഴും നിനക്ക് എന്ത് മനസ്സമാധാനമാണ് കിട്ടുന്ന സ്വന്തി? അതേ പ്രായത്തിലൊരു കൊച്ച് നമുക്കും ഉണ്ടെന്നെങ്കിലും ഓർക്കണ്ടേ? മറ്റൊരു പെൺകുട്ടിയെക്കുറിച്ച് പരാതി പറയുമ്പോൾ നീ പറയുന്നതിൻ്റെയൊക്കെ ദൂഷ്യവശം ചിലപ്പോൾ നമ്മുടെ മകളായിരിക്കും അനുഭവിക്കേണ്ടി വരുന്നത്. വെറുതെ ഓരോന്ന് പറഞ്ഞ് ആരുടെയും പ്രയാക്ക് കേൾക്കാൻ ഇടവരുത്തേണ്ട. എത്രയെന്ന് വെച്ചാൽ നിന്നോട് പറയുന്നേ? ദയവ് ചെയ്ത് ഓഡിറ്റോറിയത്തിൽ വന്ന് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഒരു ഭാഗത്തിരിക്കണം. ആവശ്യമില്ലാതെ വരുന്നവരോടും പോകുന്നവരോടും എന്തെങ്കിലും പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ അവസ്ഥ ഇതുവരെയുള്ളതുപോലെ ആയിരിക്കില്ല. ഓർത്തു വെച്ചോ.
വിജയൻ്റെ ആ ഭീഷണി ശരിക്കും ഏറ്റു. പിന്നെ ഓഡിറ്റോറിയം എത്തുന്നതുവരെ സുഗന്ധിയുടെ ഭാഗത്തു നിന്നും ഒരു സംസാരവും പോലും ഉണ്ടായിട്ടില്ല. അത് വിജയനും തനുവിനും ആശ്വാസമായിരുന്നു. അശ്വിനെ അണിയിച്ചെടുക്കാൻ തിരക്ക് വിനോദനായിരുന്നു. അവൻ എല്ലാത്തിനും കൂടെ നിന്ന് ഒരു സഹോദരൻ്റെ സ്നേഹവും കരുതലുമായിരുന്നു വിനോദിന് അശ്വിനോട്. പലപ്പോഴും അശ്വിൻ്റെ നേരെ കണ്ണുകൾ അവൻ്റെ സ്നേഹത്തിന് മുന്നിൽ നിറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. എന്നാൽ വിനോദ് അതൊന്നും വകവയ്ക്കാതെ അവൻ്റെ തിരക്കുകളിലായിരുന്നു. അശ്വിൻ്റെ അച്ഛൻ്റെ വീട്ടുകാരിൽ ആരൊക്കെയോ ഇടയ്ക്ക് മൃദുലയോട് ചോദിക്കുന്നുണ്ടായിരുന്നു വിനോദിനെക്കുറിച്ച്. അപ്പോഴൊക്കെ എനിക്ക് ജനിക്കാതെ പോയ മകനാണെന്നായിരുന്നു മൃദുലയുടെ മറുപടി. അശ്വിൻ്റെ അച്ഛമ്മയ്ക്ക് പിന്നെ നേരത്തെ വിനോദിനെ അറിയാവുന്നത് കൊണ്ട് തന്നെ അശ്വിനോടുള്ള അതേ വാത്സല്യമായിരുന്നു വിനോദിനോടും. അമ്മയുടെയും അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങി അച്ഛൻ്റെ അസ്ഥിത്തറയിൽ തൊഴുതു പ്രാർത്ഥിച്ചു അശ്വിൻ മണ്ഡപത്തിലേക്ക് തിരിച്ചു. അവിടെ എത്തുമ്പോൾ എതിരേൽപ്പിനുള്ള സമയമായി. പെണ്ണു വീട്ടുകാർ ചെറുക്കൻ കൂട്ടരെ എതിരേറ്റ് മണ്ഡപത്തിലേക്ക് ആനയിച്ചു. അച്ചമ്മയെയും കുടുംബത്തിലെ മുതിർന്ന ചില ആൾക്കാരെയും കൂട്ടി മൃദുല ചാരുവിനെ കാണുന്നതിനായി മുറിയിലേക്ക് ചെന്നു. അവിടെ ഒരുങ്ങിയിരിക്കുന്ന ചാരുവിനെ കണ്ടപ്പോൾ മൃദുലയുടെ മനസ്സ് നിറഞ്ഞു. അമ്മേ, എങ്ങനെയുണ്ട് നമ്മുടെ അച്ഛൻ്റെ പെണ്ണ്? അച്ചമ്മയെ കണ്ടപ്പോൾ ചാരു കസേരയിൽ നിന്ന് എഴുന്നേറ്റു. സുന്ദരിയാണ് മോള്, എൻ്റെ അച്ഛന് ചേരും, നിറഞ്ഞ മനസ്സോടെ അവർ പറഞ്ഞു. ചാരു അവരുടെ കാൽക്കൽ വീണ് അനുഗ്രഹം വാങ്ങി. മുഹൂർത്തത്തിന് സമയമായി എന്നാരോ പറഞ്ഞപ്പോൾ അഷ്ടമംഗല്യ താലവുമായി ചാരു മണ്ഡപത്തിൽ അരുണിൻ്റെ അടുത്തേക്ക് പിടിച്ചിരുത്തി. മണ്ഡപം പലങ്ങി വയ്ക്കുന്നവളെ കണ്ണിമ ചുമ്മാ മറന്ന് അശ്വിൻ നോക്കി. മണ്ഡപത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ചാരു അലക്സാണ്ടർ ഡോക്ടറെ കാണുന്നത് അരുണിനോട് പറഞ്ഞ് ചാരു ഡോക്ടറുടെ അടുത്തേക്ക് പോയി അനുഗ്രഹം വാങ്ങി. നിറഞ്ഞ മനസ്സോടെ ഡോക്ടർ അവളെ അനുഗ്രഹിച്ചു. അരുണിൻ്റെ കയ്യിൽ നിന്നും താലി വാങ്ങി ചാരുവിൻ്റെ കഴുത്തിൽ ചേർത്ത് വയ്ക്കുമ്പോൾ അവൾക്ക് നല്ലത് വരണമെന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അരുണിൻ്റെ അമ്മയുടെയും കണ്ണുകൾ നിറഞ്ഞു. താലികെട്ട് കഴിഞ്ഞ് ചടങ്ങുകൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നതിനായി തിരക്ക് കൂട്ടി. അരുൺ സദ്യ നടക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ മേൽനോട്ടത്തിനെന്നവണ്ണം വിജയനും ഉണ്ടായിരുന്നു. കീർത്തിയുടെ ഒപ്പമായിരുന്നു തനു. സുഗന്ധി എന്തൊക്കെയോ പറയാൻ തോന്നുന്നത് അടുത്തിരിക്കുന്നവരോട് പറയാത്തതിൻ്റെ വിമ്മിഷ്ടത്തിൽ ഞെരളിപരി കൊണ്ടു. ബന്ധുക്കളെ നിർത്തി ഫോട്ടോയെടുപ്പും മറ്റും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു തവണ പെണ്ണിനെ സാരി മാറ്റുന്നതിനായി കൊണ്ടുപോയി. ഓഡിറ്റോറിയത്തിനുള്ളിൽ നിന്നും ഫോട്ടോഷൂട്ട് പുറത്തേക്ക് പോകുമ്പോൾ ബാക്കിയുള്ളവർ അവർക്ക് പിന്നാലെയും കൂട്ടം കൂടിയും ഒക്കെയായിരുന്നു. ഒടുവിൽ പെണ്ണിനെയും കൊണ്ട് ഇറങ്ങുന്ന സമയമായപ്പോൾ അരുണാണ് വന്ന് രണ്ടുപേരെയും ഭക്ഷണം കഴിക്കാനായി കൂട്ടിക്കൊണ്ടു പോയത്. ഇത്രയും നേരം ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഡോക്ടർമാരുടെയും ഹോസ്പിറ്റൽ ജീവനക്കാരുടെയും തമാശ പറച്ചിൽ കേട്ട് ചിരിച്ചുകൊണ്ടിരുന്നവൾക്ക് പുറപ്പെടാൻ സമയമായപ്പോഴേക്കും വല്ലാത്ത സങ്കടം തോന്നി. ആദ്യമായാണ് അമ്മയെയും ഏട്ടനെയും പിരിഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് പോകുന്നത്. ഇനി സ്വന്തം വീട്ടിൽ താൻ അതിഥിയാണെന്നോർത്തപ്പോൾ ചാരുവിന് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. അമ്മയെയും അരുണിനെയും കെട്ടിപ്പിടിച്ച് ഏറെ നേരം കരഞ്ഞു. ഒടുവിൽ കീർത്തിയെയും കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ ഒരു വിധത്തിലാണ് വിനോദും അരുണും കൂടി അവളെ സമാധാനപ്പെടുത്തി കാറിൽ കൊണ്ട് ഇരുത്തിയത്. എല്ലാവരും കണ്ണിൽ നിന്ന് മറയുന്നത് വരെ ചാരു നോക്കിയിരുന്നു. പിന്നീട് അശ്വിനിലേക്ക് ചാഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഇത്രയും സങ്കടം എന്തിനാ ചാരു? നമുക്ക് എപ്പോൾ വേണമെങ്കിലും നിൻ്റെ വീട്ടിലും എൻ്റെ വീട്ടിലും മാറി മാറി നിൽക്കാമല്ലോ. അവനെ കൊണ്ടാവുന്നത് പോലെയൊക്കെ അവളെ സമാധാനപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷെ അതൊന്നും അവിടെ ഏറ്റില്ല. സങ്കടം കൂടുകയാണ് ചെയ്തത്. ഒടുവിൽ ഒരുവിധം സമാധാനപ്പെടുത്തിയപ്പോഴേക്കും ക്ഷീണവും തളർച്ചയും കാരണം അവൾ ഉറങ്ങിപ്പോയി. വീടെത്തുമ്പോൾ അശ്വിൻ വിളിച്ചാണ് ചാരു ഉണർന്നത്. തറവാട്ട് വീട് നിറയെ ബന്ധുക്കളുണ്ടായിരുന്നു. ആരതി ഒഴിഞ്ഞ് നിലവിളക്ക് കൊടുത്ത് മൃദുല അവളെ വലതുകാല് വെച്ച് അകത്തേക്ക് കയറ്റി. നിലവിളക്കുമായി അകത്തേക്ക് കയറി പൂജാമുറിയിൽ അമ്മയുടെ നിർദ്ദേശം അനുസരിച്ച് വിളക്ക് വെച്ച് അവൾ പ്രാർത്ഥിച്ചു. എല്ലാവരും പുതുപ്പെണ്ണിനെ ചുറ്റും കൂടി നിന്ന് നോക്കുമ്പോൾ അച്ചമ്മ അവളെ അശ്വിനെയും സോഫയിൽ പിടിച്ചുകൊണ്ടിരുത്തി. മൃദുല കൊടുത്ത പായസം അശ്വിൻ ചുണ്ടോട് ചേർത്തിട്ട് ചാരുവിനെ ഏൽപ്പിച്ചു. അവളും അതിൽ നിന്നും അല്പം കുടിച്ചു മാറ്റി വയ്ക്കുമ്പോഴേക്കും അവൻ കഴിച്ചതിൻ്റെ ബാക്കി പഴവും എത്തിയിരുന്നു. ചടങ്ങുകൾക്കെല്ലാം ഒരു പഴമ അത് അച്ചമ്മയുടെ നിർബന്ധമായിരുന്നു. ഇനി രണ്ടുപേരും അല്പം വിശ്രമിക്കട്ടെ. ഈ വച്ചുകെട്ടും ഭാരങ്ങളും ഒക്കെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ തന്നെ പകുതി ആശ്വാസമാകും. അച്ചു മോളെയും കൂട്ടി നീ റൂമിലേക്ക് പൊയ്ക്കോ, ഇതൊക്കെ അഴിക്കാനൊന്ന് സഹായിച്ചു കൊടുക്ക്. അമ്മ പറയാൻ കാത്തിരുന്നത് പോലെ അശ്വിൻ ചാരുവിനെയും വിളിച്ചുകൊണ്ട് നേരെ മുറിയിലേക്ക് പോയി. പെണ്ണിൻ്റെ തെളിച്ചമില്ലാത്ത മുഖം കണ്ടപ്പോൾ മനസ്സിലായി എല്ലാവരെയും വിട്ട് വന്നതിൻ്റെ സങ്കടമാണെന്ന്. വീണ്ടും അതിനെക്കുറിച്ച് പറഞ്ഞ് അവളുടെ സങ്കടം കൂട്ടിയില്ല. ഞാൻ ഇതൊക്കെ അഴിക്കാൻ കൂടട്ടെ, അതോ താഴേന്ന് അമ്മായിമാരുടെ ആരുടെയെങ്കിലും മക്കളെ സഹായിക്കാൻ വിളിക്കണോ? ഒന്നും മിണ്ടാതെ ബെഡിലിരിക്കുന്നവളെ കണ്ടുകൊണ്ട് അശ്വിൻ മുന്നോട്ട് വന്ന് ചോദിച്ചു. അതിഷ്ടപ്പെടാത്ത മട്ടിൽ അവന് ഒന്ന് കൂർപ്പിച്ചു നോക്കി. അത് കണ്ടപ്പോൾ അശ്വിന് ചിരിയാണ് വന്നത്.
അവളെ എഴുന്നേൽപ്പിച്ച് ഡ്രസ്സിംഗ് ടേബിളിൻ്റെ മുന്നിൽ കണ്ണാടിയുടെ മുന്നിൽ കൊണ്ടുവന്നിരുത്തി അവൻ ഓരോരോ നായി തലയിൽ നിന്നും അഴിച്ചെടുക്കാൻ സഹായിച്ചു. തുടരും.